മസിലിൻ്റെ സ്ട്രെങ്ത്തും സൈസും കൂട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു പ്രാധാന്യമേറിയ കോൺസെപ്റ്റാണ് ഇൻട്രാമസ്കുലർ ടെൻഷൻ. എന്താണ് ഈ ഇൻട്രാമസ്കുലർ ടെൻഷൻ? അതൊരളവാണ്, നമ്മളുടെ മസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോഴ്സിൻ്റെ അളവ്. ഇൻട്രാമസ്കുലർ ടെൻഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ഇല്ലേ, F=m×a, അതായത് ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിനകത്ത് നമ്മൾ ഫോഴ്സ് കൂട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ മാസ് കൂട്ടണം, അല്ലെങ്കിൽ ആക്സിലറേഷൻ കൂട്ടണം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടണം. അപ്പം പിന്നെ നമ്മളെ ഫോഴ്സ് കൂട്ടും. ഇതിലുള്ള ഫോഴ്സ് ആണ് നമ്മളെ ഇൻട്രാമസ്കുലർ ടെൻഷൻ. നമ്മൾ ഇതിനകത്ത് കാണുന്ന മാസാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റ്, ആക്സിലറേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മൂവ്മെൻറ്റ്. അപ്പം പിന്നെ നമ്മൾ ഒരു മോഡറേറ്റ് വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ കോൺസെൻട്രിക് മൂവ്മെൻറ്റ്, അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ വേണം ലിഫ്റ്റ് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ഫോഴ്സ് കൂടത്തുള്ളൂ, ഇൻട്രാമസ്കുലർ ടെൻഷൻ കൂടത്തുള്ളൂ. അതേപോലെ നമ്മൾ വെയിറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ചെയ്യുന്നത്. നമ്മൾ സ്ലോ ആയിട്ട് വേണം റിലീസ് ചെയ്യാൻ, അപ്പോഴേ നമ്മൾ ഫോഴ്സ് കൂടത്തുള്ളൂ, അങ്ങനെ ഇൻട്രാമസ്കുലർ ടെൻഷനും കൂടത്തുള്ളൂ.